ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിലുള്ളത് ഒരു കരിമീനിൻ്റെ പൊരിക്കണതിൻ്റെ കേട്ടോ. അപ്പോൾ ഇത് പുതിയ കത്രികയാണ്. അത് കഴിഞ്ഞാൽ കത്രികയുടെ പരിപാടി നടക്കും, കത്തിയുടെ പരിപാടി നടക്കും. അതെങ്ങനെയാണ് തുറക്കണേന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാൻ കരിമീൻ അത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല കരിമീനായിരുന്നു. അപ്പോൾ അതിൻ്റെ അത് വെട്ടിക്കളയുള്ള ഭാഗത്ത് ഈ കത്രിക വെച്ച് വെട്ടിക്കളയുന്നുണ്ട്. പിന്നെ ചതമ്പൽ കളഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എളുപ്പത്തിൽ ചെയ്യാവുന്നൊരു പരിപാടി, വറക്കാന്നുള്ള പരിപാടി, വേറൊന്നും ചെയ്യുന്നില്ല. മോന് പനി, ചെറിയ മോന് ചുമ, അപ്പോൾ ഒന്നും ചെയ്യാനുള്ളൊരു ഇതില്ല, സമയമില്ല. അല്ല, ഞാൻ പൊള്ളിക്കണമെന്നൊക്കെ വിചാരിച്ചതാണ്. വാഴയിലയിൽ വെച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് അങ്ങനെയൊക്കെ ചെയ്യണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഒന്നിനുള്ള സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ തൽക്കാലം വറക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെ വെട്ടിയെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ചതമ്പലൊക്കെ കളഞ്ഞ് നല്ല ഭംഗിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. അത് ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ കൈമ മുള്ളു കുത്താനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുപോലെ കഴിക്കുമ്പോഴും നല്ലോണം ശ്രദ്ധിച്ച് കഴിക്കേണ്ട ഒരു മീൻ തന്നെയാണ്. നിറയെ മുള്ളാണ്. എന്നാൽ ഒരു പാറ്റേണിലാണ് ആ മുള്ളിൻ്റെ ഒരു ഇത്. അപ്പോൾ ശ്രദ്ധിച്ച് തന്നെ കഴിക്കുക, അല്ലെങ്കിൽ മുള്ള് കുടുങ്ങാനുള്ള സാധ്യതയുണ്ട്. കുട്ടികൾക്ക് നമ്മൾ മുള്ളുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രം കൊടുക്കുക. അപ്പോൾ ഞാൻ കത്തി കൊണ്ട് സോറി കേട്ടോ, എൻ്റെ മോൻ്റെ ചുമയാണ്, ഞാൻ പറഞ്ഞില്ലേ, അവന് ഭയങ്കര ചുമയാണ്. അപ്പോൾ അതേ കത്തി കൊണ്ട് നമ്മൾ മീൻ്റെ ചതമ്പലൊക്കെ കളയുന്നുണ്ട്. അപ്പോഴേക്കും ഞാൻ കലത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഒരു കലം ചോറ് വയ്ക്കാനായിട്ട് വെള്ളം വെച്ചിട്ടുള്ളതാണ്. തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരെണ്ണം കുടിക്കാനുള്ള വെള്ളമാണ് കേട്ടോ. ഇതാണ് ആ കത്രിക. പറഞ്ഞില്ലേ, ഇതിനൊരു ലോക്ക് ഉണ്ട് നടുക്കിൽ. അതൊന്ന് നോക്കിയിട്ട് അങ്ങോട്ട് തിരിച്ചാൽ കത്രിക ലോക്കാക്കാം, അല്ലെങ്കിൽ കത്തിയാക്കി ഉപയോഗിക്കാം. ഞാൻ അത് ആദ്യം ഊരിയെടുത്തു, പിന്നെ എനിക്കത് വെക്കാൻ പറ്റില്ല കേട്ടോ. സിസ്റ്റം പെട്ടെന്ന് ശരിയാവാത്ത പോലെ ഞാൻ ഓപ്പോസിറ്റ് പിടിച്ച് വെച്ചിരുന്നത്. പിന്നെ വെച്ചപ്പോൾ ശരിയായി. നല്ല മൂർച്ചയുള്ള കത്തിരിക്കട്ടെ. അപ്പോൾ ഇത് മേടിച്ചതാണ്. പഴയത് നമുക്കിങ്ങനെ വെട്ടുമ്പോൾ പറ്റാത്ത പോലെ, അതായത് മുറിഞ്ഞു പോണില്ല, മൂർച്ച നല്ലോണം പോയിട്ടേ. അപ്പോൾ അതായത് പുതിയത് മേടിച്ചതാണ്. അപ്പോൾ ഇത് 2 in 1 ആണ്. കത്തിയായിട്ടും കത്രികയായിട്ടും ഉപയോഗിക്കാം. നല്ലതായിരുന്നു കേട്ടോ, പെട്ടെന്ന് മുറിഞ്ഞ് കിട്ടുന്നുണ്ട്. അപ്പോൾ കത്രിക പരിപാടിയൊക്കെ അവിടെ ഇരിക്കട്ടെ. നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മീനൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. നന്നായി വെള്ളമൊഴിച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മസാലപ്പൊടി, കുറച്ച് ചെറുനാരങ്ങ നീര്, ആവശ്യത്തിന് ഉപ്പ്, ഇത്രയും ചേർത്തിട്ടാണ് ഞാനത് മിളക് തിരുമ്മി വെച്ചിരിക്കുന്നത്. ഒരു 1 മണിക്കൂറോളം ഞാൻ വെച്ചു കേട്ടോ. 1 മണിക്കൂർ വെക്കണം എന്ന് വിചാരിച്ച് വെച്ചതല്ല, പക്ഷേ 1 മണിക്കൂറൊക്കെ ആയി. കാരണം ചെറിയ മോൻ കരച്ചിലായി. മറ്റേ മൂത്തവനെ ഞാൻ പറഞ്ഞില്ലേ പനി ചുമയൊക്കെയാണ്. അപ്പോൾ അവൻ്റെ അടുത്ത് വരുന്ന സമയം കുറേ 1 മണിക്കൂറോളം അതങ്ങനെ ചട്ടിയിലിരുന്നു കേട്ടോ, മുളകൊക്കെ പുരട്ടിയിട്ട്. അതിന് ശേഷം ഞാൻ പിന്നെ വറുത്ത് കഴിഞ്ഞ് പിന്നെ അധികം സമയം വേണ്ട. അപ്പോൾ അതെ 1 മണിക്കൂറോളം ഇരുന്നപ്പോൾ അതിൽ വെള്ളമൊക്കെ ഇറങ്ങി താഴോട്ട് വന്നിട്ടുണ്ട്. വെള്ളം കുടഞ്ഞ് കളഞ്ഞിട്ടാണ് വറക്കാൻ വേണ്ടിയിട്ടത്. വെളിച്ചെണ്ണയില വറക്കണത്. ഞങ്ങളുടെ വീട്ടിലുള്ള ആകെ കൂടിയുള്ള ഒരേ ഒരു ഫ്രൈ പാനിൻ്റെ പാത്രം ഇത് മാത്രമേ ഉള്ളൂ. വേറെ ഒറ്റ പാത്രം ഫ്രൈ പാനില്ല. ഞാനതെല്ലാം മാറ്റി, എല്ലാം ഇൻഡാലിയോ സ്റ്റീലോ ആക്കി മാറ്റിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഗ്ലാസ്, പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഒരുവിധം ഒഴിവാക്കി, അതുമാതിരി ഫ്രൈ പാൻ പാത്രങ്ങൾ ഒരുവിധം ഒഴിവാക്കി. ഇനി ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ തന്നെ മീൻ വറുത്തു. പൊട്ടാണ്ടിരിക്കാൻ വേണ്ടി ചെയ്ത കേട്ടോ. അങ്ങനെ മീൻ വറുക്കൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിരിക്കണം. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. കുറേ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സാധിക്കുന്നവരൊന്ന് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഫ്രം സിനി.